हे गाइस वेलकम बैक टू आवर चैनल। तो एक्शन हीरो बिज्जू के कौन नए पार्ट के साथ आ गए हैं। तो यार मूवी तो फिलहाल ना बहुत अच्छी चल रही है। हमें ये तो पता लग गया कि जो बिज्जू है ना वो लिटरली जो गंदे लोग होते हैं ना उनकी बैंड बजा देता है। हाँ, और वो बहुत लॉयल अपनी ड्यूटी के लिए। वही, और मतलब कि पॉलिटिशियन वगैरह किसी की चलने नहीं देता अपने आगे। बाकी देखते हैं कि पार्ट कैसे होता है। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। ബിവറേജിന്നും മാറിയൊന്നും വെള്ളം അടിക്കില്ല. ബിവറേജിന്നും മാറിയൊന്നും വെള്ളം അടിക്കില്ല. ബിവറേജും ബാറിലും വെള്ളം അടിക്കൂല. ബിവറേജ് പോയിന്റ് വെള്ളം അടിക്കില്ല. വീട്ടിൽ നിന്ന് അടിക്കും. വീട്ടിൽ നിന്ന് അടിക്കാവോ? വീട്ടിലടിക്കാൻ പാടില്ല. വീട്ടിൽ നിന്ന് അടിക്കില്ല. ആ മൂന്നുകൂടി ഒരുമിച്ചാണ് ചെല്ലി. ബിവറേജിലും വീട്ടിലും ബാറിലും വെള്ളം അടിക്കില്ല. ബിവറേജിലും വീട്ടിലും. അതാ സാറേ, ആ ഓട്ടോക്കാരൻ കുമാർ വന്നിട്ടുണ്ട്. സാറേ, വൃത്തിയോട്ടനോട് കഴിഞ്ഞവണ് പറഞ്ഞതാണ് എന്റെ പുറകെ നടക്കരുത്, എന്നെ ശല്യം ചെയ്യരുതെന്ന്. എന്നിട്ട് ഇയാൾ ഇന്ന് കാണിച്ചതെന്ന് അറിയാമോ? ഞാൻ ബസ്സിൽ പോകുമ്പോൾ സിനിമ സ്റ്റൈലിൽ വന്ന് ബസ് തടഞ്ഞു നിർത്തി എന്റെ കൈ പിടിച്ച് വലിച്ചിറക്കിയേക്കണം എന്നെ. ഞാനിനി ശല്യപ്പെടുത്താൻ വരൂലെന്ന് പറയാൻ ചെന്നതാണ് സാറേ. സാറേ, കള്ളമാണ് സാറേ ഇയാള്. ഞാൻ ബസ്സിലിരിക്കുമ്പോണ്ടല്ലോ വെളിയിൽ താഴെ നിന്നോണ്ടെങ്കിൽ ഇങ്ങനെ ഫ്ലൈങ് കിസ് നീക്കണം. എടാ, നിന്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് ഇവിടെ പിന്നാലെ നടക്കുക, ഇവിടെ ശല്യപ്പെടുത്ത ചേരുന്നത്. നിനക്ക് എന്തിനാടാ? ഞാൻ ഫ്ലൈങ് കിസ് കൊടുത്തതല്ല സാറേ. നീ എന്ത് പണിയാടി കാണിച്ചതെന്ന് ചോദിച്ചതാ. ഇങ്ങനെയാണോ ചോദിക്കണത്? അത് തന്നെയല്ലേ സാർ ഇപ്പൊ ഇയാൾ പറയണത് എന്തെന്നറിയാമോ? അപ്പൊ നമ്മ തമ്മിലാണ് ഇടപാടുന്നത്. ഞാനിന്ന് സാറേ കരിയൊന്നും ചെയ്യും. സത്യം സാറാണ് സത്യം. എടാ, നീ സത്യം പാലിക്കുന്നതാണ് ഇങ്ങനെ വേണ്ടില്ല. എന്നിട്ട് എന്റെ തല പൊട്ടി തെറിച്ച് പോട്ടെന്നല്ലേ? പിന്നെ സാർ ഇയാള് അതിന്റെ അടിയാണ് കുറെ നേരം കൊണ ദേ, രണ്ടെണ്ണം എന്റെ സ്റ്റേഷൻ നിർത്തിട്ട് പോക്കണം. വല്ല കളമശ്ശേരിക്കോ പനങ്ങാട്ടോ എങ്ങോട്ടെങ്കിലും എന്റെ കൺമുമ്പിലേക്ക് കണ്ടുവരുത്. കൊല്ലം നടത്തിരിക്കണം. അപ്പോഴാണ് അവന്റെ കൊള്ള സത്യം. വിട്ടോ രണ്ടേ വിട്ടോ. സൂക്ഷിച്ച് നടക്കണോ ദൈവം. എന്തോ ഒരു तो भाई अलग ही लंबा ഈ ഗവൺമെന്റിന്റെ അഴിമതി ഭരണത്തിനെതിരെയുള്ള നമ്മുടെ മാർച്ചും ധർണയും പരിപൂർണ വിജയമാണ്. പോലീസിനെ കൊണ്ട് ഞങ്ങൾ അടിച്ചമർത്താമെന്നാരും വ്യാമോഹിക്കണ്ട. നിയമം ഞങ്ങൾ പാലിക്കും. ഹലോ, നാളെ ഉച്ചയ്ക്ക് ഞാൻ കൊച്ചിയിൽ വരുന്നുണ്ട്. അവിടെ ഉണ്ടാവോ? ഹലോ, ഒന്നും കേൾക്കുന്നില്ല. ഹലോ, ഭയങ്കര ഡിസ്റ്റർബൻസ് ഒന്നും കേൾക്കുന്നില്ല. ഹലോ, ഞാൻ വിളിക്കാം. ആ ശരി. പണ്ടൊരു നാളിൽ കേരള മണ്ണിൽ സമരം നിങ്ങൾ ചെയ്തിട്ടില്ലേ? മാറ്റി लड़की भी सुन ले आ रही है, बहुत कुछ चल रहा है। वाह, എടോ, ഫ്രഷ് അല്ലേ ഇത്? പൂപ്പലൊന്നും ഇല്ലല്ലേ? രാവിലെ ഒന്നാണ് സാറേ. ഒന്നിരുന്നാലും വിട്ടൊക്കെ വിഷമിച്ചില്ല സാറേ. ഇതൊരു അഭ്യാസമല്ലോ സാറേ. ബണ്ട് വേണം സാറേ, സീമിന്റെ പാസിംഗ് ഉണ്ട്. റൂട്ടുകൾ എറിയാൻ പോണം. എടാ, അരൂരോട്ട് ഞാനാണ് പൈലറ്റ്. കൺട്രോൾ റൂം വിളിച്ചപ്പോഴത്തേക്ക് CM ലൊക്കേഷൻ അരിപ്പാടെന്നാ പറഞ്ഞു. ഇതിപ്പോ കഴിയും. ഞാൻ ഇത് കഴിയുമ്പോൾ പോകും. ക്ലിയർ ആണ് സാർ. ആടവിനെ പാസ് ചെയ്ത ഉടൻ ഞാൻ പറയാം. അപ്പോൾ നിർബൻ ഫോർട്ട് കൊച്ചി എന്നുള്ള വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യണം. ശരി സാർ. സുബൈർ തേവര ഫെറി എന്നുള്ള വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യാം. നീ പോലും കേട്ടോ. ഇതാരത്? എല്ലാ സെറ്റുകളും നോട്ട് ചെയ്യാം. ഏതൊരു സെറ്റ് ജാമായിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഓവർ. ഓവറോ? शराब भी तो नहीं है. എത്ര ഓവറായി? मेरे को इतना तो नहीं लगता है. ഇപ്പൊ ആരാ വാച്ച് ചെയ്യുന്നേ? ശ്രീശാന്തിന്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ? दूसरा शराब भी है यार. കോബ്രയോ?
എടാ കോബ്ര അല്ല കിങ് കോബ്ര. ഇപ്പൊ നടന്നിരിക്കുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻ എവിടെ നിന്ന് വന്നിരിക്കുന്നതാണെന്നുള്ളത് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ഇമ്മീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിരിക്കണം. അവിടെ എന്തു വിഷയമുണ്ടേലും ഞാൻ മൈ കൺട്രോൾ. സർ P18 ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 4C79 സെറ്റാണ് സാർ. നമ്മുടെ ന്യൂസായ ഇന്ത്യ അച്ചടിശാലകളിൽ നീ यार अब इसको जोक होएगा इस बंदे को। നിരശരുടെ അത് പോട്ടെ വേശികൾ. सही बात है यार। മിനി നിന്റെ വയർലെസ് മിസ്സായ അതറിയണമെങ്കിൽ സെൻസ് വേണം, സെൻസർ ബോർഡ് വേണം. VVIP ഡ്യൂട്ടി കഴിഞ്ഞാൽ ടൗൺ SI എത്രയും പെട്ടെന്ന് എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറയാം. സൈലം പ്ലീസ്. മുഖ്യമന്ത്രി വരാൻ ഒരു 10 മിനിറ്റ് താമസം എടുക്കും. എല്ലാരും പോയി ചാവിടിക്കട്ടുക. ഓവർ. यार किसी को भी गुस्सा आएगा भाई, किसी को भी आएगा। इस शराबड़े को तो धोएगा अभी ये। എല്ലാവരും എത്തിയ ടൗൺ CI ആൻഡ് SI. യെസ് സർ. രണ്ട് മഹാമാരൊന്ന് എഴുന്നേറ്റെന്ന് കാണട്ടെ. How many years service you got? സർ 5 വർഷം. തന്റെ ജൂറിസ്ഡിക്ഷനിൽ എത്ര വാർഡുണ്ടെന്നുള്ളത് അറിയാമോ? സർ 8 വാർഡുണ്ട്. അവിടുത്തെ ജനസംഖ്യ ഏകദേശം എത്രയുണ്ടാവും? 2 ലക്ഷത്തോളം വരെ സർ. പോലീസ് അക്കാഡമിയിലെ ട്രെയിനിങ് സമയത്ത് ഒരു സബ് ഇൻസ്പെക്ടറുടെ പ്രധാന കർത്തവ്യം എന്താണെന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട്. സർ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകും. ജീവനും സ്വത്തിനും. തന്റെ പോലീസ് സ്റ്റേഷന്റെ സ്വത്തൊക്കെ അവിടെ തന്നെ ഉണ്ടോ? തന്റെ പോലീസ് സ്റ്റേഷനിൽ എത്ര വയർലെസ് സെറ്റ് ഉണ്ട്? 6 വയർലെസ് സെറ്റ് ഉണ്ട് സർ. ടുഡേ ഹൗ മെനി? ഇന്നിപ്പോ എത്രയുണ്ടെന്ന്? തന്റെ പോലീസ് സ്റ്റേഷനിലെ ഒരു വയർലെസ് സെറ്റ് സംരക്ഷിക്കാൻ പറ്റാത്ത താൻ ജൂറിസ്ഡിക്ഷനിൽ 2 ലക്ഷത്തോളം വരുന്ന ജനതയുടെ സമ്പത്ത് എങ്ങനെ സംരക്ഷിക്കാൻ പോകുന്നു? അല്ല, ഇതിനെക്കുറിച്ച് സ്ഥലം CIക്ക് എന്ത് പറയാനുണ്ട്? सही बात है भाई। ആവശ്യപ്പെട്ടിട്ടുണ്ട്. പണി കഴിഞ്ഞു. പിന്നെ എക്സ്പ്ലനേഷൻ ഉടനെ കിട്ടും. യുവർ യൂഷ്വൽ സോങ് CIയുടെ ഭാഗത്തുനിന്ന്. ഇറ്റ്സ് എ ഗ്രേവ് സൂപ്പർവൈസറി ലോസ്. ഏത് പോലീസുകാരൻ്റെ കയ്യിൽ നിന്നാ പോയത്? ആ പോലീസുകാരൻ ആളെങ്ങനെ? കുഴപ്പമില്ലാത്ത ആളാണ് സർ. I want a special report against that policeman immediately. That is today itself. സർ. വയർലെസ് കൊണ്ടുപോയാനെ എത്രയും പെട്ടെന്ന് പിടിച്ചിരിക്കണം. ചെയ്യും സർ. സർ. താനൊന്ന് പോയിട്ട് നല്ലോണം നോക്കിയോ. വയർലെസ് മാത്രമേ പോയിട്ടുള്ളൂ. താൻ ഇങ്ങനെ ആണെങ്കിൽ തന്റെ അണ്ടർവെയർ കൂടെ അവൻ അടിച്ചെടുത്തോണ്ട് പോകും. ആണമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട്. സാറേ, കമ്മീഷണർ പെട്ടെന്നൊരു കോൺഫറൻസ് വിളിച്ചത് എന്തിനായിരുന്നു? തന്നെ പറ്റി ചർച്ച മുഴുവൻ. എന്നെ പറ്റി എന്ത് പറയാ? താനല്ലേ ഇപ്പൊ സിറ്റിയിലെ പുതിയ താരം. ഈ സാധനം എൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ പോയെന്നൊരു പിടുത്തം കിട്ടല്ലോ. ഒന്ന് മധുസാർ എൻ്റെ കൂടെ ഒന്ന്. ആ കൊള്ളാം. ഇനി വല്ലതും പറഞ്ഞ് എൻ്റെ പണി കൊടുക്കണം. करो भाई, जब मैं कर रहा था याद कर। മറ്റേ അലവലാതിയ സെറ്റി കൂടി മന്ത്രിന്റെയും കമ്മീഷണറുടെ തെറി പറഞ്ഞാണ് പ്രശ്നം ഇത്ര വഷളായത്. ശരിയാ സാറേ, പെട്ട വെള്ളപോലും സഹിക്കാത്ത തെറിയല്ലേ അവൻ പറഞ്ഞത്. മിനിക്കിപ്പോഴും ആ വെറ്റക്കൃഷി വാഴക്കൃഷിയൊക്കെ ഉണ്ടോ? കൃഷിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് സാറ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ട ഏത്തവാഴയൊക്കെ കുളച്ച്. ഇനി കുറച്ചാൾ അത് നോക്കിയെടുക്കണം നല്ലത്. സാറേ ചതിക്കല്ലേ സാറേ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റണല്ലോ. 3 എണ്ണമാണ് സ്കൂളിൽ പോകണേ. എൻക്വയറി പറഞ്ഞേക്കാണ്, നമുക്ക് നോക്കാം. കമ്മീഷനാണെങ്കിൽ നല്ല ചൂടിലാണ്. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം നടക്കട്ടെ. താനിപ്പോൾ പറയാമല്ലേ, തനിക്ക് ആ യൂണിഫോം ഒന്ന് മര്യാദ കിട്ടുന്നൂടെ? ആ AC കമ്മീഷൻ അങ്ങനെ ഈ വഴിക്ക് വന്ന് തന്നെ ഈ കോലത്തെ കണ്ട സ്പോട്ടിൽ സസ്പെൻഷനാണ്. സാറേ എങ്ങനെയെങ്കിലും പറഞ്ഞു. ഞാൻ നോക്കട്ടെ. उस टाइम भी बेल्ट लगाते हुए तुम्हें धुमकत कर। ഒരു കാര്യമില്ലാതെ എൻ്റെ പേര് പറഞ്ഞോട്ടെ. എന്ത് പറയാനാണ്, കോൺഫറൻസിൽ എല്ലാവരും മുമ്പിൽ എണീപ്പിച്ച് നിർത്തി പൂരെ തെറിയായിരുന്നു. ഇങ്ങനെ ഒരു ഓർമ്മയില്ലാണ്ട് പോയി എന്ത് ചെയ്യാനാണ്? എങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ നോക്കിയിരിക്കണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. अब क्या हो गया? പരാതി തരാൻ വന്നാ സാറേ, അപ്പൊ മിനിസാന്റെ തോക്ക് കൂട്ടി. എന്തുവാണത്? എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല സാറേ. गन चला दी। ഞാൻ സാറ് പറഞ്ഞ കാര്യം എൻ്റെ ഡ്രസ്സൊക്കെ ശരിയാക്കി തോക്കും ഒക്കെ ഇതാക്കി നിന്നതാ. കഷ്ടാലാണെന്ന് തോന്നുന്നു സാറേ. സാറേ ജീവനുണ്ട്. എടുത്ത് ആശുപത്രി കൊണ്ടുപോകാം. സാറേ ഇത് കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. വെക്കട ഈ നെഞ്ചത്തേക്ക് വേണ്ടി. बेचारा यार। ഇതുകൊണ്ടാണോ അതോ വയർലെസ് പോയതിനാണോ സസ്പെൻഷൻ? രണ്ടും കൂടി ഒരു പാക്കേജ് എടുത്ത്
കമ്മീഷൻ സ്പോട്ടിൽ സസ്പെൻഷൻ പ്രഖ്യാപിച്ചു. തോക്ക് പൊട്ടിയതാണ് കൂടുതൽ കുഴപ്പമായത്. അങ്ങനെ തോക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. ഓരോ ബുള്ളറ്റിനും കണക്ക് കൊടുക്കണം. ശരി. മോശം പറയരുതല്ലോ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും സസ്പെൻഷൻ കിട്ടാം. പിന്നെ 6 മാസത്തേക്ക് പണിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ടൂർ ये लेकिन अभी तक ना इसकी लव स्टोरी का पता नहीं लगा कैसे यार वाह 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 क्या लव स्टोरी है. जैसे कभी सबके साथ है ना वो मतलब बहुत ज्यादा वो स्वीट है इसका. शानदार भाई. आप बाहर है. നോക്കല്ലേ? നിങ്ങളെല്ലാവരും കൂടെ എസ് ഐ സാറിന്റെ കല്യാണം കൂടാനുള്ള ഡ്രസ്സ് എടുക്കുവാണോ? സാറേ ഒരു മിസ്സിംഗ് കേസുണ്ട്. വരൂ. എന്താണ് നിങ്ങളുടെ പേര്? പവിത്രൻ. എന്താണ് പണി? മേച്ചിരിപ്പണി. വുമൺ മിസ്സിംഗ്. നിങ്ങളുടെ ഭാര്യയാണ് മിസ്സിംഗ്? അതെ. ഇപ്പം എത്ര ആളെ? ഒരാഴ്ചയായി. ഒരാഴ്ചയിൽ നിങ്ങൾ എന്താണ് ഇവിടെ ഒന്ന് പറയായിരുന്നു? ഒരു ദിവസം വരും, 2 ദിവസം വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാവോ? അറിയാം. എവിടെയാണ്? മുളകാട്. എൻ്റെ കൂട്ടുകാരനോടൊപ്പം. കൂട്ടുകാരൻ്റെ കൂടെയാണ്? എൻ്റെ കൂടെ പണിക്ക് വരണമാണ് സനൽ. പക്ഷെ അറിഞ്ഞുകൂടെയായിരുന്നു. നമുക്ക് കൂട്ടുകാരന്മാരെ ചൂന്ന് നോക്കാൻ പറ്റില്ല. എൻ്റെ മോളെയും കൂടെ കൊണ്ടാണ് പോയത്. അവളില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. എന്നും പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരും. അപ്പം അവളില്ലാത്തതുകൊണ്ട് ഒരാഴ്ച സാറ് ഉറങ്ങിയിട്ട്. പോയിട്ട് എത്ര? ഒരാഴ്ചയല്ലേ? ഒരാഴ്ച. അല്ല, ഇവരിനി തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ? ഒരു കുഴപ്പമില്ല സാർ. ഇവരെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ വല്ലതും ഉണ്ടോ? പറയൂ. 93 कितना अच्छा है 99 92 62 70.
मेरे को ना इतना अच्छा लग रहा है ना बिज्जू, हर किसी की मदद करता है, वो बिल्कुल एरोगेंट नहीं है। और अभी ना हम लोगों को पता लगा कि इसकी जो वो लड़की थी जिससे वो बात करता है वो उसके सामने तो काफी ज्यादा स्वीट है। वही, और वो उससे मिलने भी आई, हम लोगों ने देखा भी उस लड़की ने पेंटिंग भी बनाई थी, तो लाइक अभी तो बहुत अच्छी चीजें चल रही है। बट हमें उसकी लव स्टोरी के बारे में कुछ ऐसा ऐसा पता नहीं चला। वही, और हम लोगों को पता लगा उनका वायरलेस, क्या बोलते हैं उसको, जो वायरलेस हेडफोन नहीं नॉट हेडफोन्स, सेटअप पता नहीं क्या बोल रहे हैं, प्लीज कमेंट करके जरूर बताइएगा। तो यार वो ना मतलब कि वो ले गए उसको, है ना, और मतलब कि वो शराबी के पास है, और फिर अब मतलब पता नहीं यार वो कैसे उसको मिलेगा, क्या होगा, पर लिटरली वो इधर से ऐसे करके कमांड दे रहा है इनको, इंडिया इज अ कंट्री ऑफ पुअर पीपल, ऐसे ऐसे करके इसको बोल वो रहा है। चीज तो काफी फनी लगी मुझे। वही, बाकी देखते हैं कि अगले पार्ट में क्या होगा। तो वैसे यही था हमारा रिएक्शन, आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट और करिए। अगर इस चैनल पर नहीं तो सब्सक्राइब करिए। बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया, अगर फॉलो करना चाहते हो तो कर सकते हैं। तो मिलते हैं एक और वीडियो के साथ, तब तक के लिए बाय।